ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിന് നേരെ സൈബർ ആക്രമണം നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് എപ്പോഴാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മ്യാൻമറിൽ അതിഭീകരമായിട്ടുള്ള ഒരു ഭൂചലനം ഉണ്ടായത്. ഈ ഭൂചലനത്തിന്റെ തീവ്രത കാരണം മ്യാൻമറിന് ചുറ്റുമുള്ള 5 രാജ്യങ്ങളും കുലുങ്ങി. പ്രത്യേകിച്ച് തായ്ലാന്റിലെ ബാങ്കോക്ക് വളരെ വിനാശകരമായിട്ടുള്ള ഒരു ഭൂകമ്പത്തെ നേരിടേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മ്യാൻമറിനെ സഹായിക്കാനായി ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു സംഭവം രൂപീകരിച്ചു. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഡിസാസ്റ്റർ റേറ്റ്സ് കൊണ്ട് കൊടുക്കുക. ഇതാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ശേഷം അടിയന്തര നടപടിയുമായാണ് ഓപ്പറേഷൻ ബ്രഹ്മ മുന്നോട്ട് പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെ പോയ വിമാനങ്ങൾക്ക് നേരെ 3800 ആൾക്കാരാണ് മ്യാൻമറിൽ മരിച്ചത്. അപ്പോൾ അവരുടെ മൃതദേഹങ്ങളടക്കം വീണ്ടെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ട് അങ്ങനെ ഓപ്പറേഷൻ ബ്രഹ്മയുമായിട്ട് പോയ വിമാനങ്ങൾക്ക് നേരെയാണ് സൈബർ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്ത്യൻ വ്യോമസേന IAF വിമാനങ്ങളാണ് മ്യാൻമറിൽ എത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ഇന്ത്യൻ വ്യോമസേന വിമാനത്തിനെതിരെ സൈബർ ആക്രമണം നടന്നത്. ലഭിച്ച വിവരമനുസരിച്ച് ദുരിതാശ്വാസ സാമഗ്രികളുമായി വിമാനം മ്യാൻമറിലേക്ക് പറക്കുമ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ നമ്മുടെ സൈനികർ ഉണർന്ന് പ്രവർത്തിക്കുകയും കൃത്യമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ ബുദ്ധിപൂർവ്വം മറ്റൊരു വഴി കണ്ടെത്തി അതിനെ പ്രതിരോധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വിഭാഗം ഉപഗ്രഹ അധിഷ്ഠിത GPS സിഗ്നലുകളെ കബളിപ്പിച്ചതിന്റെ രൂപത്തിൽ സൈബർ ആക്രമണത്തിന് വിധേയമായി എന്നാണ് പറയുന്നത്. മ്യാൻമറിന്റെ വ്യോമാതിർത്തിയിൽ ആരാണ് GPS സ്പൂഫിംഗ് നടത്തിയതെന്ന് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒരു പത്രം പറയുന്നുണ്ട്. ചൈന ഇവിടെ തന്ത്രമായ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മ്യാൻമറിന്റെ അതിർത്തിയിൽ GPS സ്പൂഫിംഗ് നടത്തി ഇന്ത്യക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടത്, ഇന്ത്യൻ വ്യോമസേന വിമാനത്തിനെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടത് ചൈനയാണ് എന്ന ശക്തമായ സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും എന്താണ് GPS സ്പൂഫിംഗ്? അത് നമുക്ക് നോക്കാം. GPS സ്പൂഫിംഗ് സാധാരണയായി പൈലറ്റിന് തെറ്റായ കോർഡിനേഷനുകൾ നൽകി സ്ഥലത്തെ തെറ്റിദ്ധരിപ്പിക്കും എന്നുള്ളതാണ്. അതായത് ഒരു പൈലറ്റിന് ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ആ പോകേണ്ട സ്ഥലം കൃത്യമായി ലൊക്കേഷൻ കാണിക്കാതെ വേറൊരു ലൊക്കേഷൻ കാണിക്കും. അങ്ങനെ ആ പൈലറ്റിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം, ലൊക്കേഷനെ കുറിച്ചുള്ള നിയന്ത്രണം ഈ GPS സ്പൂഫിംഗ് വഴി മറ്റൊരാൾക്ക് ഏറ്റെടുക്കാനായി സാധിക്കും എന്നുള്ളതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ വിമാനങ്ങൾ റാഞ്ചാൻ പോലും സാധിക്കും. ഇപ്പോൾ ഇന്ത്യക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു വിമാനം അത് വേറെ എവിടെയെങ്കിലും കാണിച്ച് അവിടെ കൊണ്ടിറക്കി അവിടെ നിന്നും ഈ വിമാനം റാഞ്ചിക്കൊണ്ട് പോകാൻ പോലും സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നമ്മുടെ പട്ടാളക്കാരുടെ കൃത്യമായിട്ടുള്ള ഏകോപനം കാരണം ഈ പദ്ധതി പാളി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രവർത്തന മേഖലയിൽ, അതായത് എല്ലാ പ്രവർത്തന മേഖലയിലും ഇത് സാധാരണമാണ്. മ്യാൻമറിലെ ഒരു വ്യോമസേന പൈലറ്റ് തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ INS അഥവാ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ സഹായം സ്വീകരിച്ചു എന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇന്ത്യ മ്യാൻമറിലേക്ക് 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് എത്തിച്ചത്. ഒരു GPS സ്പൂഫിംഗിലും നമ്മുടെ ഭാരതത്തിന്റെ വ്യോമസേനയെ തടക്കാൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എത്രയാണ്? 15 ടൺ ഡിസാസ്റ്റർ റെയ്ഡുകളാണ് ഇന്ത്യ മ്യാൻമറിലേക്ക് എത്തിച്ചത്. ഇതൊന്നും ഒരു മാധ്യമങ്ങളും പറഞ്ഞതുമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.